ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സീക്രട്ടാണ്. പല ആളുകളും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സാർ എപ്പോഴും റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രമാണ് ചെയ്യുന്നത്, എന്നാൽ മറ്റുള്ള ടോപ്പിക്കുകളും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കമൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ്. അഥവാ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും അത് നേടാൻ വേണ്ടിയിട്ട് നമുക്ക് 369 എന്ന് പറയുന്ന മെത്തേഡ് എങ്ങനെ അപ്ലൈ ചെയ്യാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം അതിലോട്ട് മാത്രം അറ്റൻഷൻ കൊടുത്തു കഴിയുമ്പോൾ അത് മാനിഫെസ്റ്റ് ആകും. അതിനുവേണ്ടി ആക്ഷൻ എടുക്കണം. കാരണം നമ്മളൊരു തോട്ട് തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനുവേണ്ടി നമ്മൾ ആക്ഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മുടെ മനസ്സ് പുഷ് ചെയ്യും. അപ്പൊ അതിനാണ് നമ്മൾ ഇന്റൻഷൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഗോളായിട്ട് മാറും. ആ ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പൊ അതെങ്ങനെയെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാം. സീക്രട്ട്, അതുപോലെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്ന പുസ്തകങ്ങളൊക്കെ അവൈലബിൾ ആണ്. സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം ആവശ്യമുള്ള ആളുകൾക്ക് മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലോട്ട് ജസ്റ്റ് ഒരു ഹായ് ദ സീക്രട്ട് ബുക്ക് എന്ന് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് അയച്ചു തരാം. ഓക്കെ, അപ്പൊ അതൊക്കെ വായിക്കുക, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ ഇന്റൻഷൻ കൃത്യമായിട്ട് എഴുതി വെക്കുമ്പോൾ അത് ഗോളായിട്ട് മാറുകയും അത് ഈ 369 എന്ന് പറയുന്ന മെത്തേഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ആദ്യം 369 എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പറയാം. രാവിലെ ഒരു 3 തവണ നമ്മൾ എഴുതുന്നു എന്താണോ ഇന്റൻഷൻ അത്. ഉച്ചക്ക് 6 തവണ എഴുതുന്നു, രാത്രി 9 തവണ എഴുതുന്നു. ഇത് തുടർച്ചയായിട്ട് ഒരു 21 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസത്തോളമോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ഇന്ന് 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ഒന്നാമത്തേത് സമ്പത്തിന് വേണ്ടിയിട്ടാണ്. അഥവാ നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു മാസ വരുമാനം ഉണ്ടായിരിക്കും. ആ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ സാലറി ലഭിക്കുന്നതായിക്കോട്ടെ, ആ ഒരു തുക, ആ തുകയുടെ ഒരു 3 ഇരട്ടി നിങ്ങൾ, അതൊരു ബിലീവബിൾ ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. ഇനി 3 ഇരട്ടി ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 2 ഇരട്ടിയായിട്ട് തുക എഴുതുക. എന്നിട്ട് ഒരു മാസത്തിൽ ഞാൻ ഇത്ര എമൗണ്ട് സമ്പാദിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇന്റൻഷൻ, ഗോളായിട്ട് നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ ആയോ? അപ്പൊ അത് ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ എഴുതുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അപ്പൊ ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് ഒരു എമൗണ്ട് എടുക്കുന്നുണ്ട്. 1,00,000 രൂപ എന്നുള്ളതാണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. അപ്പോൾ അതിൽ കുറവുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, അതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഒരു മാസത്തിൽ 1,00,000 രൂപ സമ്പാദിക്കാൻ എനിക്ക് സാധിക്കുന്നതിൽ എനിക്ക് വളരെയധികം നന്ദിയും സന്തോഷവും ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. സെന്റൻസ് മനസ്സിലായല്ലോ? ഒരു മാസത്തിൽ 1,00,000 രൂപ സമ്പാദിക്കാൻ എനിക്ക് സാധിക്കുന്നതിൽ വളരെയധികം നന്ദിയും സന്തോഷവും ഉണ്ട്. ഇത് രാവിലെ എത്ര തവണ എഴുതണം? 3 തവണ, ഉച്ചയ്ക്ക് 6 തവണ, രാത്രി കിടക്കുന്ന സമയത്ത് 9 തവണ. ഇങ്ങനെ എഴുതുക. തുടർച്ചയായിട്ട് 21 ദിവസമോ 30 ദിവസമോ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? സമ്പത്ത് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട്. പതിയെ പതിയെ നിങ്ങൾക്ക് ഈ ഒരു ഇൻകം സമ്പാദിക്കുന്നതിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും. അതിനുവേണ്ട ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ വരും. ചിലപ്പോൾ പ്രൊമോഷൻ ആയിരിക്കാം, ബിസിനസ്സിലുള്ള ഗ്രോത്ത് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു എന്ന് വരാം. കാരണം നിങ്ങൾ ഇത്രയും വലുത് ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വേറൊരു ജോലി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷന്റെ പുറകെ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ആ ഒരു ഡ്രീമിലോട്ട് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ എഴുതി വെച്ച സംഭവം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും. ഇനി അടുത്തതായിട്ട് പറയുന്നത്, ചില ആളുകൾക്ക് റിലേഷൻഷിപ്പിൽ ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടാവും, ഈ 369 എന്ന് പറയുന്ന മെത്തേഡ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി തിരിച്ചിങ്ങോട്ട് നന്നായിട്ട് സ്നേഹിക്കാനും
കെയർ ചെയ്യാനും വേണ്ടിയിട്ട് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ പേര് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, ചിത്ര എന്നുള്ളൊരു പേരാണെന്ന് വിചാരിക്കുക. അപ്പോൾ ചിത്ര എന്നെ നന്നായി സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നു. ചിത്ര എന്നെ നന്നായി സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ചിത്ര എന്നുള്ള പേര് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ ആരിൽ നിന്നാണോ പ്രതീക്ഷിക്കുന്നത് ആ വ്യക്തിയുടെ പേര് കൊടുത്തിട്ട് എഴുതിയാൽ മതി. രാവിലെ 3 തവണ, ഉച്ചക്ക് 6 തവണ, വൈകിട്ട് 9 തവണ. ഓക്കെ, 21 ദിവസമോ 30 ദിവസമോ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹെൽത്തിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ട്, എപ്പോഴും ക്ഷീണമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മാറാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഹീലിംഗ് സംഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? എനിക്ക് നല്ല ആരോഗ്യമുള്ള ശരീരവും മനസ്സും ആത്മാവും നൽകിയതിന് ദൈവത്തിന് നന്ദി. അങ്ങനെ എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് നല്ല ആരോഗ്യമുള്ള മനസ്സും ശരീരവും ആത്മാവും നൽകിയതിൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവനും സന്തോഷമുള്ളവനുമാണ്. താങ്ക് യു ഗോഡ്. ഇങ്ങനെ എഴുതാം. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഈ രീതിയിൽ നിങ്ങളത് എഴുതിയിട്ട് എത്ര തവണ? രാവിലെ 3, ഉച്ചക്ക് 6, രാത്രി 9. അങ്ങനെ എഴുതുക. 21 ദിവസമോ 30 ദിവസമോ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ താഴത്ത് വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ബിലീവർ ആണെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തുടർന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീക്രട്ട് ബുക്കിലൊക്കെ അതിൻ്റെ കുറേ തിയറീസ് ആണുള്ളത്. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറിനെ കുറിച്ച് ധാരാളം എക്സാമ്പിൾസും ഒരുപാട് സക്സസ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് പല ആളുകൾക്കുള്ള കൺഫ്യൂഷനാണ്. അത്തരത്തിൽ പ്രാക്ടിക്കൽ നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, 21 ദിവസത്തെ ലോ ഓഫ് അട്രാക്ഷൻ്റെ. അപ്പോൾ ആ കോഴ്സ് വേണ്ട ആളുകൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ജോയിൻ ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നിങ്ങൾ വളരെ ഡ്രീം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് അത്ഭുതകരമായിട്ട് ഓരോ കാര്യങ്ങളും പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. റിസ്ക് കുറഞ്ഞിട്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെയാണ്. അത് അങ്ങനെയുള്ള ഒരു ചിന്തയാണ് നമ്മളെ അത്തരത്തിൽ ബുദ്ധിമുട്ടണം എന്ന് തോന്നിപ്പിക്കുന്നത്. സോ ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായിട്ട് ചിന്തിച്ച് നമ്മുടെ തോട്ടിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാവിധ കഴിവുകളും ഉണ്ടാക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ട് ആക്ഷൻസ് എടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ എത്തിച്ചേരാനും ഒക്കെ പോസിബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള റൂട്ടും സ്റ്റെപ്പുകളും പ്രാക്ടിക്കൽ വശങ്ങളും ഒക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചോ, ലോ ഓഫ് അട്രാക്ഷൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്തോ. ഞാൻ നിങ്ങളെ പേഴ്സണലായിട്ട് ഗൈഡ് ചെയ്യും, ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ കോഴ്സ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് തോന്നുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് അത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ താഴത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.